അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയതായ വളരെ ശ്രേഷ്ഠമായ പുണ്യമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവാണ് പുണ്യമായ റമദാനിൽ അവസാനത്തെ ഒറ്റ രാവാകുന്ന നമ്മളിപ്പോൾ നിലകൊള്ളുന്നതായ ഈ പരിശുദ്ധമായ 27-ാം രാവടക്കം അല്ലാഹു ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. 83 വർഷവും 4 മാസവും തുടരെ ഇബാദത്തെടുക്കുന്നതിനേക്കാൾ അധികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഈ രാത്രിയിൽ ഒരൊറ്റ രാത്രിയിൽ മഗ്രിബ് മുതൽക്ക് സുബഹി വരെ ഹയാത്താക്കിയാൽ ലഭിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ പവിത്രതയാണ്. 1000 മാസം കണക്കെടുത്താൽ 83 വർഷവും 4 മാസവുമാണ്. അഥവാ നമ്മുടെ ജീവിത കാലയളവിൽ കിട്ടുന്നതായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാകുന്ന നമുക്ക് ജീവിതം മുഴുവനും കിട്ടുന്നതാകുന്ന സർവ്വ അമലുകളും അതിനേക്കാൾ ഉപരി ഒരൊറ്റ രാത്രി കൊണ്ട് ചെയ്താൽ തന്നെ ലഭിക്കും. 83 വർഷവും 4 മാസവുമല്ല, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ പവിത്രത. അഥവാ 83 വർഷവും 4 മാസവും ചെയ്യുന്ന അമലിനേക്കാൾ മഹത്വം ഈ ഒരൊറ്റ രാത്രിയിൽ ഹയാത്താക്കിയാൽ ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വർഷം ഒരു 60-70 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള കാലയളവിൽ അവൻ ശ്രദ്ധ ചെലുത്തിയിട്ട് എല്ലാ വർഷത്തിലും കൃത്യമായി റമദാനിലെ അവസാനത്തെ ഒറ്റ രാവുകളിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തി കൂടുതൽ അയിമ്മത്തുകളെ ശ്രേഷ്ഠതവൽക്കരിച്ചുകൊണ്ടും അവർക്ക് ലഭിച്ചു കിട്ടിയതുമാകുന്ന ലൈലത്തുൽ ഖദ്റിന്റെ അടിസ്ഥാനത്തിൽ 27-ാം രാവ് എന്ന് അടയാളപ്പെടുത്തിയത് വെച്ച് കണക്കാക്കിക്കൊണ്ട് നാം ഒരുമിച്ച് കൂടുമ്പോൾ ആ രാവുകളെ പ്രത്യേകമായി ഗൗനിക്കുകയും എന്റെ ജീവിതത്തിൽ ഇനിയൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു രാവ് ഇനിയേകുമോ, ഇതെന്റെ അവസാനത്തെ റമദാനാകുമോ എന്ന ചിന്തയിൽ ഈ പുണ്യമാക്കപ്പെട്ട രാവിനെ നല്ലതുപോലെ ജീവശുദ്ധതാക്കാൻ നാം ഓരോരുത്തരും ബദ്ധശ്രദ്ധ പതിപ്പിക്കണം. അല്ലാഹു അതിന് ഈ സദസ്സിന് നിദാനമാക്കുമാറാവട്ടെ. വർഷങ്ങളായി മുടങ്ങാതെ വന്നിരാകുന്ന അബ്ദുൽ നാസർ മഅ്ദിനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ റമദാനിന്റെ 27-ാം രാവിൽ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട രാവുകൾ നമുക്ക് ഈ പുണ്യമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടി വരികയാണ്. എത്രയോ നാളുകളായി അൽഹംദുലില്ലാഹ് ഉസ്താദ് അവരുടേതാകുന്ന ആ ഒരു മാറി നിൽക്കൽ, കുറഞ്ഞ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 10-30 വർഷത്തോളമുള്ള ആ ഒരു വിടവ് ഇന്നും അത് മുടങ്ങാതെ കൃത്യമായിട്ട് ആ രാവിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് അൻവാർ ശരീര തിരുമുറ്റത്ത് ആയിരങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഉസ്താദിന് അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത് നിലനിൽക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാവണം. കാരണം ഈ സ്ഥാപനവുമായിട്ടുള്ള ബന്ധം, ഈ സ്ഥാപനത്തെ ഇതിലൂടെ സഹായിക്കുന്നതിലൂടെ ഈ രാവ് ആത്മീയമാകുന്ന ഒരു മഹോന്നതമാകുന്ന രാവായി നമുക്ക് മനസ്സിലാക്കി തരുന്നതിലൂടെ ശ്രേഷ്ഠമാക്കപ്പെട്ട അമലുകൾ ചെയ്യാൻ നമുക്ക് പാകപ്പെടുത്തുന്നതാകുന്ന ഒരു ദിവസമായി ഒരു രാവായി ഇതിനെ മാറ്റിത്തന്നതിലൂടെ ഈ സ്ഥാപനത്തോടും ഇതിന്റെ അഹ്ലുകാരോടും നാം കടമപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു ആ കടമ പരിപൂർണമായി പൂർത്തീകരിക്കുന്ന മോമിനീയങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതലായി അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യവും ലൈലത്തുൽ ഖദ്ർ ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് തൽക്കാലം ആവശ്യം അവിടെ നിർത്താൻ ഈ രാവ് നല്ലതുപോലെ ജീവശുദ്ധതാക്കണം. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹപാഠികളെ, സുഹൃത്തുക്കളെ ചേർത്ത് നിർത്തുകയാണ്. അമീറുൽ മുഅ്മിനീനായി വാഴുന്ന കാലഘട്ടം ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, യഹ്തഫു ഹൗലി, നിങ്ങൾ എന്റെ ഭാഗത്തേക്ക് നിങ്ങൾ വട്ടം കൂടി നല്ലതുപോലെ ചേർന്നിരിക്കുക, എല്ലാവരും യഹ്തഫു ഹൗലി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവരോടായി പറയുകയാണ്, തമന്നോ, നിങ്ങൾ ഓരോരുത്തരും നല്ലതുപോലെ ആഖിറത്ത് കൊതിച്ചുകൊണ്ട് ആഗ്രഹിക്കണേ, നിങ്ങൾ ആഗ്രഹങ്ങൾ പറയണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് നിങ്ങൾ മരണത്തെ കൊതിക്കുന്നത്, ഏത് രീതിയിൽ ഈ ദുനിയാവിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഓരോരുത്തരും പറയാൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. സഹാബത്ത് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനല്ലേ, തങ്ങളുടെ കൊതി പറയും, തങ്ങളുടെ ആഗ്രഹം പറയും, ഏത് രീതിയിലാണ് തങ്ങളുടെ മരണം തങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് പറഞ്ഞോളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്ക് എന്റെ കൂട്ടുകാരെ പോലെയാകണം. എനിക്ക് ചില കൂട്ടുകാരുണ്ട്, അതിൽ 4 കൂട്ടുകാരെ ഞാൻ പ്രത്യേകമായി എണ്ണി വെച്ചിട്ടുണ്ട്. അവർ സാധാസീത വ്യക്തികളല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരാണ് എന്ന് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ എണ്ണുകയാണ്, എന്റെ ഏറ്റവും അടുത്ത സൂറത്താണ് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കൽ പറയുകയാണ്, അമീറു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെതാകുന്ന വിശ്വസ്തനായ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, അത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദയാ. അമീറു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഈ സമുദായത്തിനൊരു വിശ്വസ്തനുണ്ട് എങ്കിൽ അത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ എന്നാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും വിശ്വസിച്ചേൽപ്പിക്കാം. അങ്ങനത്തെ സ്വഹാബിയ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് വാഴ്ത്തി പറഞ്ഞ പുകഴ്ത്തി പറഞ്ഞ അബൂ ഉബൈദയെ പോലെ ആകാനാണ് എനിക്ക് ആഗ്രഹമെന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു സാധാരണ വ്യക്തിയല്ല. അമാനത്ത്, ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് പൂർണ്ണമായി പൂർത്തീകരിക്കുന്നത് സത്യവിശ്വാസിയുടെ ഈമാനിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. നമുക്കതുണ്ടോ? ചിന്തിക്കൽ. റമളാൻ എന്ന് പറയുന്ന ശ്രേഷ്ഠമായ മാസത്തെ അല്ലാഹു നമ്മളിലേക്ക് വെച്ച് നീട്ടി സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് നൽകി. പരിശുദ്ധമായ റമളാനിന്റെ ഒന്നാമത്തെ രാവ് കടന്നു വന്നപ്പോൾ തന്നെ ആകാശത്തിന്റെ അധിപനായ പടച്ചിറപ്പ് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കുകയാണ്, നരകത്തിന്റെ കവാടങ്ങൾ തൊക്കിയടയ്ക്കുകയാണ്, പിശാചികളെ ചങ്ങലക്കിടുകയാണ്, പുണ്യങ്ങളുടെ പൂക്കാലമായി പ്രഖ്യാപിക്കുകയാണ്. കാരുണ്യത്തിന്റെ 10 പാപമോചനത്തിന്റെ 10 നരകീയ മോചനത്തിന്റെ 10 നൽകി അല്ലാഹു നിന്നെ ആദരിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മാസം നിനക്ക് അല്ലാഹു വെച്ച് നീട്ടി. ഈ മാസത്തോടുള്ളതാകുന്ന അമാനത്ത് നീ പൂർത്തീകരിച്ചോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ. ഈ ദുനിയാവിൽ പരിപൂർണമായി ഈമാനില്ലാത്തവനാണ്, വിശ്വാസമില്ലാത്തവനായി പോകുമേ അമാനത്ത് നിർവഹിക്കാത്ത വ്യക്തി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മളിലേക്ക് പടച്ചറബ് വെച്ച് നീട്ടിയതാകുന്ന അനുഗ്രഹത്തിന്റെ മാസത്തോട് പരിപൂർണമായ കൂറും താല്പര്യവും വെച്ച് പുലർത്തിയവരാണോ? ഈ മാസത്തിൽ പോലും കള്ളു കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സീരിയൽ കണ്ടുകൊണ്ട്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട്, രാത്രിയുടെ യാമങ്ങൾ അന്യപെണ്ണുമായി ചാറ്റിങ്ങിലൂടെ ഹറാമായ തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ? പുണ്യമാക്കപ്പെട്ട ഈ മാസത്തോടുള്ളതാകുന്ന പരിപൂർണമാകുന്ന അമാനത്ത് അത് പൂർണ്ണതലത്തിൽ വെച്ച് പുലർത്താതെ, അത് പരിപൂർണമായി അതിനോടുള്ള കനുമകമ്പയും താല്പര്യം വെച്ച് പുലർത്താതെ അത് പരിപൂർണമായി ഒഴിവാക്കി കളഞ്ഞ മുസ്ലിം സഹോദര സഹോദരിമാര് നമുക്കിടയിലില്ലേ? അല്ലാഹുവേ നീ പുറത്തു നൽകണേ അല്ലാ. ലാ ഈമാന ലിമൻ ലാ അമാനത ലാ വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. കരാറ് ചെയ്തിട്ടത് പൂർത്തീകരിക്കാതെ പൊളിച്ചു കളയുന്ന മുസ്ലിമേ, ഞാൻ പള്ളിക്ക് വേണ്ടി 10,000 കൊടുക്കാം, ഞാൻ അൻവാർ ശേരിക്ക് 50,000 കൊടുക്കാം, 25,000 കൊടുക്കാം, 10,000 കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങളുടെ പെരുമലകൾ ചെയ്തിട്ട് അത് കൊടുക്കാതെ, പൂർത്തീകരിക്കാതെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരെ, വാഗ്ദത്ത ലംഘനം നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ദീനില്ലാത്തവനാണ്, മുസൽമാനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ലോകത്ത് ഏത് അമാനത്തുകളും തന്നെ വിശ്വസിച്ചേൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും പരിപൂർണമായി നിർവഹിച്ചതാകുന്ന ഒരേ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി ലോകത്തോട് പഠിപ്പിക്കുകയാണ്. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെതാകുന്ന നേതൃത്വമായി പറ്റിയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഉബൈദ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യം ഉച്ചരിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന കൂട്ടുകാരനാണ് അബൂ ഉബൈദ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് അവരെയും ഇഷ്ടം വെക്കാൻ തൗഫീഖ് നൽകട്ടെ. അവർക്ക് അല്ലാഹു നൽകിയതാകുന്ന അമാനത്ത് എന്ന് പറയുന്ന ശ്രേഷ്ഠമായ സവിശേഷമാകുന്ന വിശേഷണ ഗുണം അല്ലാഹു നേടിയെടുക്കാൻ ഈ രാവ് കൊണ്ട് നമുക്കും സാധ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസം എല്ലാത്തിനും വേണം. ആരെങ്കിലും ഒരാൾ വിശ്വസിച്ചൊരു കാൽപ്പിനും ഏൽപ്പിച്ചാൽ അത് പരിപൂർണമായി പൂർത്തീകരിക്കുന്നവനാകണം. റമളാൻ എന്ന് പറയുന്ന ശ്രേഷ്ഠമായ മാസത്തോടുള്ള കൂറും താല്പര്യവും അതിനോടുള്ള ബഹുമാനവും ആദരവും പരിപൂർണമായി കാത്ത് സംരക്ഷിച്ചവരാണോ നമ്മൾ? ചിന്തിക്ക്. റമളാൻ ഇവിടെ പറയാൻ
2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ റമദാൻ ഇതാ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ ഇനി ഒരു 3 ദിവസം നോമ്പ് കിട്ടിയാൽ കിട്ടി. ചൊവ്വാഴ്ച രാത്രിയിൽ പിറ കണ്ടാൽ ബുധനാഴ്ച പെരുന്നാൾ, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കിട്ടാൻ 4 ദിവസം. അല്ലാഹുവേ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകണേ നാഥാ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പെരുന്നാൾ വന്നാൽ മതിയായിരുന്നു എന്ന് കൊതിക്കരുതേ പെങ്ങളെ. കാരണം പുണ്യമാക്കപ്പെട്ട റമദാനിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, റമദാനിൽ ഒരു മനുഷ്യന് നൽകപ്പെടുന്നതായ അനുഗ്രഹങ്ങൾ, അല്ലാഹു നൽകുന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾ, ഒരു ചെറിയതാകുന്ന സുന്നത്ത് അനുഷ്ഠിക്കുമ്പോൾ ഒരു ഫറദിന്റെ പ്രതിഫലമാണ്. ഒരു ഫറദ് അനുഷ്ഠിക്കുമ്പോൾ 70 ഫറദുകളും അവന്റെ ഇഖ്ലാസിന്റെ വർണ്ണവലിപ്പം അനുസരിച്ചുകൊണ്ട് അത് 700ഉം 7000ഉം മാറി മാറുകയാണ്. ആരെങ്കിലും റമദാനിൽ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ ശ്രേഷ്ഠമാക്കപ്പെട്ട വിഭവാപനം ചെയ്യപ്പെടുന്നതാകുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായി മാസത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ അവൻ മനസ്സിൽ കൊതിക്കുമത്രേ, ഒരു വർഷം മുഴുവനും റമദാനായിരുന്നാൽ മതിയായിരുന്നു അല്ലാ, എനിക്ക് പുണ്യമാക്കപ്പെട്ട തറാവീഹ് നിസ്കരിക്കാമായിരുന്നല്ലോ അല്ലാ. ഇന്നലത്തെ ഖുതുബകളിൽ പള്ളികളുടെ മിമ്പറുകൾ കരഞ്ഞില്ലേ, മെഹ്റാബുകൾ തേങ്ങിയില്ലേ? അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫറാൻ, അസ്സലാമു അലൈക യാ ശഹ്റ സുറൂരി വത്തറാവീഹ്, അസ്സലാമു അലൈക യാ ശഹ്റൽ ബറകതി വൽ ഇഹ്സാൻ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിനോട് വിട ചൊല്ലിയില്ലേ, സലാം പറഞ്ഞില്ലേ? ഇനി നമുക്ക് ജീവിതത്തിൽ ഇതുപോലെ ഒരു റമദാനേകുമോ? അടുത്ത വർഷം പുണ്യമാക്കപ്പെട്ടതാകുന്ന റമദാൻ 27-ാം രാവിൽ അൻവാർ ശൈരിയുടെ തിരുമുറ്റത്ത് അബ്ദുൽ നാസർ മാദിരി ഉസ്താദിന്റെ ചാരത്ത് നമുക്കൊന്ന് ഒരുമിക്കാൻ പടച്ച അവസരം നൽകുമോ? നമുക്കതിനുള്ള ദീർഘായുസ് ഉണ്ടാകുമോ? ചിന്തിക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ. വയസ്സ് 30 കഴിഞ്ഞില്ലേ, 40 കഴിഞ്ഞില്ലേ, 50 കഴിഞ്ഞില്ലേ, 60 എത്തിയില്ലേ? ഖബർ നിന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ ദുനിയാവിൽ എല്ലാ ജോലികളിലും നിന്നെ വ്യാപൃതനാക്കിയിരിക്കുകയാണ്. എന്തെല്ലാം കളിതമാശയിലൂടെയാണ് നിന്റെ ജീവിതത്തെ നീ കൊണ്ടുപോയിട്ടുള്ളത്. കാണാത്ത സിനിമയില്ല, നോക്കാത്ത പടങ്ങളില്ല, വാട്സാപ്പില്ല, ഫേസ്ബുക്കില്ല, ഇൻസ്റ്റഗ്രാമില്ല, ഏതെല്ലാം സോഷ്യൽ മീഡിയയുടെ തരംഗങ്ങളുണ്ടോ, ഷെയർ ചാറ്റിൽ പോലും പരിപൂർണമായി നിപുണനായി അതിൽ പോലും ഉറക്കമൊഴിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന മുസ്ലിം സമൂഹമേ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങനാണടാ നിനക്ക് ആഖിറം രക്ഷപ്പെടാൻ പോകുന്നത്? എങ്ങനാണടാ നിനക്ക് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ പോകുന്നത്? നീ ചെയ്യുന്ന ദുആഇന്റെ വർണ്ണവലിപ്പം നീ ഒന്ന് തിരിച്ചറിയണേ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അലീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. ഈ പവിത്രമാക്കപ്പെട്ടതാകുന്ന റമദാൻ എനിക്ക് അനുകൂലമായി സാക്ഷിപത്രമാക്കണേ അല്ലാ, എനിക്ക് പ്രതികൂലമാക്കരുത് അല്ലാ. വജൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. ഇതെനിക്ക് ആഖിറത്തിലേക്കുള്ള നീക്കുപോക്കായി, ഒരു സൂക്ഷിപ്പായിട്ട്, ഒരു നിക്ഷേപമായി, എനിക്കൊരു ലക്ഷ്യമായിട്ട് ഈ പുണ്യമാക്കപ്പെട്ട റമദാനിനെ മാറ്റിത്തരണേ അല്ലാ. റമദാൻ 1 മുതൽക്ക് അതിന്റെ പിറകണ്ടത് മുതൽക്ക് ദുആ ചെയ്യാൻ തുടങ്ങിയ മുസ്ലിമേ, 5 വഖ്ത് നിസ്കാരത്തിന്റെ മുന്നിലും സുന്നത്ത് നിസ്കരിച്ചും തസ്ബീഹ് നിസ്കരിച്ചും ഫർള് നമസ്കരിച്ചും തറാവീഹ് നിസ്കരിച്ചും പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മുസ്ലിമേ, നിനക്ക് ഈ റമദാൻ അനുകൂലമായിട്ടുണ്ടോ എന്ന് നീ ഒരു വേളയൊന്ന് ചിന്തിക്കുക. റമദാൻ തീരാൻ നിനക്ക് വന്യമായ റമദാൻ അനുകൂലമായിട്ടുണ്ടോ? എന്തേ നിന്റെ മനസ്സിൽ വിഷമമില്ലാതെ പോയത്? ഈ റമദാനിനോടുള്ള അമാനത്ത് നീ നിർവഹിച്ചവനാണോ? ഈ റമദാനിൽ ചെയ്ത സുഹൃതങ്ങൾ എത്ര? നോമ്പുകൾ ഇഖ്ലാസ് വെച്ച് പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ എല്ലാ മുൻ പാപങ്ങളും പുറത്തു. പാപം പൊറുപ്പിക്കാൻ ഏറ്റവും ഉപയുക്തമായ മാസം മൻ സാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പുണ്യമായ റമദാനിൽ പടച്ച റബ്ബിനെ വിശ്വസിച്ചുകൊണ്ട് ഈമാൻദാരിയായി നോമ്പ് നോൽക്കുന്ന ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു പൊറുക്കാനത് മതിയെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇമാം വെച്ച് പിടിച്ചോ? അതല്ല തടി കുറയ്ക്കാൻ വേണ്ടി ഒന്ന് സിസ്പായിക്ക് ആയിക്കോട്ടെ, ഒന്ന് സിസ്പായിക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തോട്ടെ, കൊളസ്ട്രോൾ ഒന്ന് കുറഞ്ഞോട്ടെ എന്ന നിയ്യത്താണോ? ഏതാ നിന്റെ നിയ്യത്ത്?
പടച്ചറബ് നൽകുന്ന പ്രതിഫലം ആഗ്രഹിച്ച് ഇഹ്തിസാബൻ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണോ നീ നോമ്പ് പിടിച്ചത്? ഈ കഠിനമാകുന്നതാകുന്ന വെയിലുള്ള ഈ പുണ്യമാക്കപ്പെട്ടതാകുന്ന ഈ റമദാനിന്റെ മഹാത്മ്യം മനസ്സിലാക്കി ചൂടുള്ള ഈ സമയത്ത് വിശപ്പും ദാഹവും മുഴുവനും സഹിച്ച് നീ നോമ്പ് പിടിച്ചത് റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്കിൽ നിന്റെ എല്ലാ മുൻ പാപങ്ങളും അള്ളാഹു പൊറുക്കാനത് മതി. ആരാണിത് പറഞ്ഞത്? പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചോ? പാപം പൊറുപ്പിക്കാൻ വീണ്ടും പറഞ്ഞു തന്നു. റമദാനിലെ രാത്രിയിലുള്ളതാകുന്ന തറാവീഹ് നമസ്കാരങ്ങൾ മുടങ്ങാതെ നിർവഹിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ മുൻപാപങ്ങളും അല്ലാഹു പുറത്തു നൽകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തറാവീഹ് പൂർണ്ണമായി നിസ്കരിച്ചോ? ചിന്തിക്ക്. 27 തറാവീഹുകൾ കഴിഞ്ഞു. നിസ്കരിച്ചോ നീ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ശ്രദ്ധിക്കാതെ പോയവർ എത്ര പേർ? 8 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ജമാഅത്തായി നിസ്കരിക്കുന്ന 20 റക്അത്ത് നിസ്കരിക്കുന്ന പള്ളികൾ എന്ന് പോലും പരിശുദ്ധമായ നമസ്കാരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്നാ പിടിച്ചോ, നിങ്ങൾ വേണേ നിസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ ഈ കൂട്ടത്തിലില്ലേ? നമസ്കാരങ്ങളെ വൃഥാവിലാക്കുന്നവർ, ശ്രദ്ധിക്കാതെ പോകുന്നവർ. മുൻകാലഘട്ടത്തിലുള്ളതാകുന്ന അയിമ്മത്തുകൾ പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ കൃത്യമായി നിലനിർത്തിപ്പോരുന്ന പുണ്യമാക്കപ്പെട്ട തറാവീഹ് എന്ന് പറയുന്ന ജമാഅത്തായ നമസ്കാരത്തെ ഗൗനിക്കാതെ, ശ്രദ്ധിക്കാതെ, അതിനെ തൃണവൽക്കരിച്ച് അവഗണിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്ന പോലെ നിസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് 8 റക്അത്താക്കി നമസ്കാരങ്ങളെ മാറ്റി നിസാരവൽക്കരിക്കുന്ന സമുദായത്തിൻ്റെതാകുന്ന മക്കൾ ഇക്കൂട്ടത്തിലില്ലേ? എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? എങ്ങനെ നമ്മൾ നന്നാവും? എങ്ങനെ നമ്മൾ ആഖിറം സന്തോഷകരമാക്കിയെടുക്കും? എങ്ങനെ നമ്മൾ പരലോകത്ത് വിജയികളാകും? ഈ കണ്ട അയിമ്മത്തുകളൊക്കെ കിതാബ് തിരിയാത്തവർ, ഈ കണ്ടതാകുന്ന ഖുലഫാഉർ റാഷിദീങ്ങളും, ഈ കണ്ടതാകുന്ന അയിമ്മത്തുകളും, ശേഷം വന്നതാകുന്ന താബിഈങ്ങളും തബൗ താബിഈങ്ങളും, മഹത്തുക്കളാകുന്ന മഹാരഥന്മാരും ഒന്നും തിരിയാത്ത ആളുകൾ. ഞങ്ങൾക്കെല്ലാം തിരിഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. അങ്ങനെ പറയാൻ തന്നെ പാടില്ല. ഞങ്ങൾക്കാണെല്ലാം തിരിഞ്ഞത് എന്ന് 924 ശേഷം. അതിന് മുമ്പ് കൗമില്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സമുദായത്തിലുള്ള സർവ്വ നന്മകളും പരിപൂർണമായി ഇല്ലാതാക്കി ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന ഇത്തരക്കാരെ തിരിച്ചറിയണേ സമൂഹമേ.